ثم ينادى പിന്നെ അല്ലാഹു വിളിച്ചു പറയും ഐന ശബാബുൽ അത്റ വൽ മമാലിക് എവിടെയാണ് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, നല്ല ഭംഗിയുണ്ടായിരുന്ന കാണാൻ ചേലുണ്ടായിരുന്ന ചെറുപ്പക്കാരെവിടെ? വൽ മമാലിക് ഉടമസ്ഥന്മാർക്ക് വേല ചെയ്തിരുന്ന അടിമകളുണ്ടായിരുന്നല്ലോ, വീട്ടുജോലിക്കാരുണ്ടായിരുന്നല്ലോ, അവരൊക്കെ എവിടെ? എല്ലാവരും വരട്ടെ. ഹൗസ് ഡ്രൈവർമാരൊക്കെ വരുമോന്നറിയില്ല. മറ്റൊരാൾക്ക് വേണ്ടി ജോലിയെടുത്ത ആൾക്കാരെന്നതിനർത്ഥം. എന്റെ ഉടമസ്ഥന്റെ സമ്മതം കിട്ടാതെ അനങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. വീട്ടിൽ ജോലിയൊക്കെ വളരെ റാഹത്താണ്, കാര്യമായിട്ട് പണിയൊന്നുമില്ല. പക്ഷേ 24 മണിക്കൂറും അലർട്ടായി നിൽക്കണേ, എപ്പോ വിളിച്ചാലും പോകണം. പിന്നെ ഇപ്പൊ എന്തുകൊണ്ട് കാര്യം? ഇനി ആള് ഫ്രീ ആണ്, കാൽമ കെട്ടിട്ടിട്ടേ. അപ്പൊ അങ്ങനെ ഒരുപാട് വീട്ടുജോലി ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ GCCയിൽ ഒരുപാടുണ്ട് കേട്ടോ. അവരൊക്കെ ചിലപ്പോഴൊക്കെ ഓൺലൈനിലൊക്കെ ക്ലാസ്സൊക്കെ കേൾക്കാറുണ്ടെന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്. ഞങ്ങൾക്കൊന്നും വരാൻ പറ്റൂലല്ലോ, അബുദാബി തന്നെ ഉള്ളവര് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് കേൾക്കാറുള്ളത്. അല്ലാഹു തആലക്കൊക്കെ ഖൈറ് ചെയ്യട്ടെ, അല്ലാഹുവിന്റെ ജോലിയിലൊക്കെ ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അങ്ങനെ കുക്കായിട്ടും അല്ലാതെയൊക്കെ ജോലി ചെയ്യുന്ന എത്രയോ ആളുകൾ. ഐന ശബാബ്, യുവാക്കളൊക്കെ എവിടെ? ചെറുപ്പക്കാർ വരും, സുമുഖന്മാരായിരുന്ന ആളുകൾ. ശഗലനാ അഅതാന അല്ലാഹു ജമാലൻ വഹസ്ന ഫതിന്നാ ബിഹി. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഒരുപാട് ഭംഗി തന്നില്ലേ, ആ ഭംഗി കൊണ്ട് ഞങ്ങൾ ഫിത്നയിലായിപ്പോയി, ഗ്ലാമർ ഉണ്ടായിട്ട് കുടുങ്ങിപ്പോയി. എന്ത് ചെയ്തു? ആ ഗ്ലാമർ കൊണ്ട് അവൻ വരസാൻ തുടങ്ങി, അത് വെച്ചുകൊണ്ടവൻ പലരെയും വഞ്ചിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുടുങ്ങിപ്പോയി റബ്ബേ. فكنا مسؤولين عن القيام بحقه. ഞങ്ങൾക്ക് അല്ലാഹുവിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഗ്ലാമറിന്റെ പിന്നാലെയായിരുന്നു, ചെത്തിപ്പൊളിച്ച് നടക്കായിരുന്നു, അടിച്ചു പൊളിക്കായിരുന്നൊക്കെ പറയില്ലേ, അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നേരം കിട്ടേണ്ട പഠിച്ചവനെ മുടി വാർന്നിട്ട് തന്നെ അരമണിക്കൂറായി. പിന്നെ അവനെ ഒതുണ്ടാക്കണവനെ ജെല്ലിട്ടിട്ടോ അല്ലാതെ മേക്കപ്പ്. സുബ്ഹാനല്ലാഹ്. 45-50 വയസ്സായിട്ടും 16-17 വയസ്സുള്ള കുട്ടികൾ കുപ്പായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ കൂടെ. ഇവിടെയല്ല, മലയാളികളില്. അറുപത്തൊന്നാണ് തിരിച്ചിട്ട പോലെ 16 വിചാരിച്ചിട്ട് ചെത്തിപ്പോ. അപ്പോ ചിലർക്ക് അങ്ങനെയായിരിക്കും, ഒരുതരം അതിലൊരു വലിയ രസം തോന്നുന്നവരുണ്ടാവും. അപ്പൊ ഒന്ന് ചെത്തിപ്പൊളിക്കാൻ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ മറക്കരുത്, അതാണ് വിഷയം. ഞങ്ങൾ പടച്ചവനെ ഈ ഗ്ലാമറിന്റെ പിന്നാലെ പോയി നിന്നെ ഓർക്കാൻ പറ്റിയില്ല എന്ന് അവർ പറയാം. അപ്പൊ ജോലിക്കാരൊക്കെ ഇവിടെ പടച്ചവനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉടമസ്ഥന്മാർ അവരുടെ സമ്മതം കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, ഞങ്ങളുടെ അടിമത്തത്തിന്റെ കീഴിലായതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ നിന്നെ ഓർക്കാൻ പറ്റിയിട്ടില്ല പടച്ചവനെ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഓരോരുത്തരുടെ എക്സ്ക്യൂസുകളാണത്. ഞാൻ അറബി വിട്ട് ജോലിയല്ലേ, ഞാൻ ഇപ്പൊ എങ്ങനെ നിസ്കരിക്കുക? അല്ലാഹുവിന്റെ മറുപടി വരും, അൻതും അക്തറു ജമാലൻ അം യൂസുഫ് അലൈഹിസ്സലാം. നിങ്ങളാണോ ഏറ്റവും ഭംഗിയുണ്ടായിരുന്നത്, അതല്ല എന്റെ നബി യൂസുഫാണോ അലൈഹിസ്സലാം? എന്റെ യൂസുഫ് നബിയുടെ സൗന്ദര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യം വരും. യൂസുഫ് നബിയെക്കാളും സൗന്ദര്യമുണ്ടായിരുന്ന ഒരാളെ ഉള്ളൂ, അത് മുഹമ്മദ് റസൂലുള്ളാഹ്. അൻതും അക്സറു ജമാലൻ അം യൂസുഫ് അലൈഹിസ്സലാം. നിങ്ങൾക്കായിരുന്നോ സൗന്ദര്യം, അതോ യൂസുഫ് നബിക്കായിരുന്നോ? യൂസുഫ് നബി അലൈഹിസ്സലാം അടിമത്വത്തിലായിരുന്നല്ലോ. കാന ഫീ റിഖിൽ ഉബൂദിയ്യ. യൂസുഫ് നബി അലൈഹിസ്സലാം അടിമയായിരുന്നുവല്ലോ. എന്നിട്ട് പോലും എന്നെ ഓർക്കാനോ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാനോ സുമുഖനും സൗന്ദര്യവാനുമായിരുന്നിട്ടും അടിമയായിരുന്നിട്ടും എന്റെ യൂസുഫിന് തടസ്സമായിട്ടില്ലല്ലോ അലൈഹിസ്സലാം. അതുകൊണ്ട് നിങ്ങളെന്ത് പറയാൻ? ഇതൊന്നും കാരണമല്ല, സ്വീകരിക്കൂല. അല്ലാഹുവിന്റെ മറുപടി, ഐനൽ ഫുഖറാ. ദാരിദ്ര്യമുണ്ടായിരുന്ന ആളുകൾ എവിടെ? കയ്യിൽ പൈസ ഇല്ല. ആദ്യം പറഞ്ഞത് പ്രയാസപ്പെട്ടവര്, കഷ്ടപ്പെട്ടവര്. ഇനി കാശില്ലാത്തതിന്റെ പേരിൽ ദാരിദ്ര്യത്തിന്റെ പ്രയാസം പറഞ്ഞവർ. എന്തെങ്കിലും 2 റുപ്യ ഉണ്ടാക്കട്ടെ, 1 ക്ലാസ് പോയാൽ മിനിമം 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഓവർ ടൈമിൽ ഇരുന്നാൽ എന്തായാലും മിനിമം ഒരു 50 ദിർഹമെങ്കിലും കിട്ടൂലേ എന്ന് വിചാരിക്കും.
കാരണം പറയാം. അല്ലെങ്കിൽ നിസ്കരിക്കേണ്ട നേരം 20 മിനിറ്റ് നിസ്കാരത്തിന്റെ ബ്രേക്കോ 20 മിനിറ്റിന്റെ ഓവർ ടൈം കണക്കൂട്ടി അതൊരു 12 ദിർഹമിന് തുല്യമാണല്ലോ, എന്നാ പിന്നെ അതായിക്കോട്ടെ. അങ്ങനെ കഷ്ടപ്പാട് ഉണ്ട്. അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ വിഷയങ്ങൾ മാറ്റിവെച്ച് ചെയ്തവർ കുറെ ആൾക്കാരെ കൊണ്ടുവരും. എന്തേ നിങ്ങൾ എനിക്ക് വേണ്ടി വേണ്ടതൊക്കെ ചെയ്യാതിരുന്നത്? ഞങ്ങൾക്ക് ദാരിദ്ര്യം തന്നുകൊണ്ട് അള്ളാഹു ഞങ്ങളെ പരീക്ഷിച്ചുവല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നതിന്റെ പിന്നാലെയായിരുന്നു. അള്ളാഹുവിന്റെ ചോദ്യം വരും, അൻതും അശദ്ദു ഫഖറാ അൻതും അം ഈസ അലൈഹിസ്സലാം, എന്റെ നബിയായ ഈസ നബിയാണോ നിങ്ങളാണോ ഏറ്റവും വലിയ ദാരിദ്ര്യം അനുഭവിച്ചത്? ബൽ ഈസ അലൈഹിസ്സലാം, ഈസ നബിയാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിച്ച നബിയാണ് സയ്യിദുന ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഈസ നബി അലൈഹിസ്സലാം ഉണങ്ങിയ റൊട്ടി അത് മാത്രം കഴിച്ച് ജീവിച്ച, എത്രയോ ദിവസങ്ങൾ പട്ടിണി കടന്ന് ജീവിച്ച നബിയാണ് സയ്യിദുന ഈസ നബി അലൈഹിസ്സലാം. എന്റെ ഈസാ നബി അവർക്കൊന്നും ദാരിദ്ര്യം ഉണ്ടായിട്ട് എന്നെ ഓർക്കാൻ തടസ്സമായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾക്കത് തടസ്സമായി എന്ന് അല്ലാഹു ചോദിക്കും. അതുകൊണ്ട് ഹബീബായ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ മറുപടി വരും, ഫമൻ ബുലിയ ബിശൈഇൻ മിൻ ഹാദിഹിൽ അർബ ഫൽയദ്കുർ സാഹിബ, ഏതെങ്കിലും ഒരാൾക്ക് ഈ നാലിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരീക്ഷണം വന്നാൽ ആ പരീക്ഷണങ്ങൾക്ക് വിധേയമായ 4 പേരെ നിങ്ങൾ ഓർക്കണേ. സമ്പത്ത് കൊണ്ടാണ് പരീക്ഷണമെങ്കിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം, രോഗവും കഷ്ടപ്പാടുമാണെങ്കിൽ സയ്യിദുന അയ്യൂബ് നബി അലൈഹിസ്സലാം, സൗന്ദര്യമാണ് ജോലിത്തിരക്കുകളാണെങ്കിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ദാരിദ്ര്യമാണെങ്കിൽ സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാം. അതോർക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനും നാളെ പരലോകത്ത് രക്ഷ കിട്ടാനുമുള്ള ഉന്മേഷം, ഇൻസ്പിറേഷൻ കിട്ടും. നിങ്ങൾ അവരെ നോക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ആമീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഈ സ്വലാത്ത് എത്തിച്ചു കൊടുക്കട്ടെ.